അവാർഡ് ജേതാവ് സ്വാമിനാഥൻ സാറ് 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. സ്വാമിനാഥൻ സാറെ ക്ഷണിക്കുന്നു. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആദരണീയ സ്വരൂപാനന്ദ സ്വാമിജി, പൂർണ്ണാനന്ദ സ്വാമിജി, മാധവ മാസ്റ്റർ, അശോകേട്ടൻ, ശ്രീ രാമചന്ദ്ര പുലവർ, അങ്ങനെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ളതായിട്ടുള്ള ഭക്തജനങ്ങളെ, ശ്രീ പുന്നശ്ശേരി നമ്പി അവരുടെ പേരിലുള്ള സംസ്കൃത പുരസ്കാരം എനിക്ക് ഇവിടെ ലഭ്യമാക്കിയതിന് ഈ സ്ഥാപനത്തിൻ്റെ, സാന്ദീപനി സാധനാലയത്തിൻ്റെയും ഈ ട്രസ്റ്റിൻ്റെയും ചുക്കാൻ പിടിക്കുന്നതായിട്ടുള്ള ശ്യാംജിയോടും, അതുപോലെ ഇതിൻ്റെ പ്രവർത്തനത്തിൽ മുൻനിരയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ശ്രീ പത്മഗിരീഷിനോടും എൻ്റെ അഗൈതവമായിട്ടുള്ള നന്ദി ആദ്യം തന്നെ പ്രകാശിപ്പിക്കട്ടെ. ആനുഷംഗികമായി പറയട്ടെ, ശ്രീ പുന്നശ്ശേരി നമ്പിയുടെ നാമത്തിൽ സ്ഥാപിതമായിട്ടുള്ള പട്ടാമ്പി സംസ്കൃത കോളേജിൽ MAക്ക് 2 വർഷം പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതോടൊപ്പം തന്നെ ഈ പുരസ്കാരം എനിക്ക് നൽകിയത് എൻ്റെ സഹപ്രവർത്തകനും എൻ്റെ മാർഗദർശിയുമായിട്ടുള്ള ഡോക്ടർ PK മാധവൻ സാറാണ്. അതുപോലെ തന്നെ ഈ സംസ്കൃതമെന്ന സാഗരത്തിൻ്റെ തീരത്ത് നിൽക്കുന്നതായിട്ടുള്ള അതിൻ്റെ ആ അപാരമായിട്ടുള്ള ആ സാഗരത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു എളിയ ഉപാസകൻ മാത്രമാണ് ഞാൻ എന്ന് ഓർമ്മിപ്പിച്ചു ഞാൻ പത്മഗിരീഷിനോട് ഇക്കാര്യം. എങ്കിലും അതിന് ചെറിയ രീതിയിൽ സംസ്കൃതത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള മഹാഭാഗ്യം ഇപ്പോഴും എനിക്ക് ഉണ്ട്. അതിനെല്ലാം എന്നെ പ്രാപ്തമാക്കിയത് പാലക്കാട് വിജ്ഞാനരമണി ആശ്രമത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള സുരേശാനന്ദ സ്വാമിജിയാണ്. അദ്ദേഹമാണ് എൻ്റെ സംസ്കൃത വിദ്യാഭ്യാസത്തിലേക്ക് തുടക്കം കുറിച്ചു വെച്ചത്, എനിക്ക് പ്രേരണ നൽകി എന്നെ പ്രോത്സാഹിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ഞാൻ ഈ ഉപഹാരം ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ഭക്തി പുരസ്സരം സമർപ്പിക്കുകയാണ്. ഇനിയും ഈ സംസ്കൃത ഉപാസന വീണ്ടും തുടരുവാനും എനിക്ക് എല്ലാവിധമുള്ള അനുഗ്രഹവും ഉണ്ടാകട്ടെ. ഈ സ്ഥാപനത്തിൽ സംസ്കൃത പഠനം വീണ്ടും വീണ്ടും പ്രോജ്വലമായി പ്രകാശിപ്പിക്കുവാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.